എല്ലാവർക്കും നമസ്കാരം. യാത്രാപ്രേമികൾക്ക് സുപരിചിതമായൊരു സഞ്ചാരപാതയാണിത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി കോട്ടയത്ത് നിന്നും തെങ്കാശിക്കൊരു യാത്ര പോവുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് ദൂരെ ആകാശം മുട്ട നിൽക്കുന്ന മാമലകൾ, അതിന് തൊട്ട് താഴെ അരുവികൾ, തിങ്ങി നിറഞ്ഞ മരങ്ങൾ, ഇതെല്ലാം കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണാനിടയാകുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി ആ വ്യൂ പോയിൻറ്റിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വാഹനം സൈഡ് ചേർത്തു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി ഞങ്ങളവിടെ ഇറങ്ങുകയാണ്. നല്ല നല്ല കാഴ്ചകൾ. ഇനി ഇതുവഴി നിങ്ങൾ വന്നാലും ഈ വ്യൂ പോയിൻറ്റിൽ വണ്ടി നിർത്തി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് വിശ്രമിച്ചതിന് ശേഷം വേണം നിങ്ങളും യാത്ര തുടരാൻ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലിയൊരു ആൽമരം. അതിൻ്റെ ചൂടാണെങ്കിൽ സിമെൻറ്റിൽ വൃത്താകൃതിയിൽ ഇരിപ്പിടം സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സ്ഥലമാണല്ലോ ആൽമരത്തിൻ്റെ ചൂട്. അതുവഴി ഞങ്ങൾ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് അവിടേക്കൊക്കെ ഒന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കി. നല്ല രസകരമായ കാഴ്ച. അങ്ങ് ദൂരെ വരെ പച്ചപ്പ്, പച്ച വിരിച്ച പരവതാനി പോലെ നീണ്ടു കിടക്കുന്ന വൻ മരങ്ങളും ചെറുമരങ്ങളും കൊണ്ട് നല്ല രസമാണ് ആ പ്രദേശം കാണാൻ. അതുവഴി പിന്നീട് കാണുന്നത് വലിയൊരു പുഴ. ആ പുഴയ്ക്ക് നേരെ പുഴയുടെ കുറുകെ ഒരു അണക്കെട്ട് കെട്ടിയിരിക്കുകയാണ്. ആ അണക്കെട്ടിൽ നിന്നും വെള്ളം, നല്ല ഒഴുക്കുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, വെള്ളം മിതമായ രീതിയിൽ താഴേക്ക് ഒഴുകുന്നുണ്ട്. അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ഉയരത്തിൽ നിന്നും ആ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ അത് കാണാൻ വളരെ മനോഹരമാണ്. കാരണം പതഞ്ഞിട്ട് അത് പാൽ കളറിലായിട്ടാണ് താഴേക്ക് പതിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. നമുക്കത് താഴേക്ക് നടന്നു ചെല്ലുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിറയെ മത്സ്യങ്ങളുള്ള പുഴയാണെന്ന് തോന്നുന്നു. ചൂണ്ടയുള്ളവർക്ക് മീൻ പിടിക്കുകയും ചെയ്യാം, കാഴ്ചകളും കാണാൻ പറ്റും. ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ മുകളിൽ കയറിയാൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇതുവഴി ഈ കാണുന്ന വഴിയിലൂടെ താഴെ ഇറങ്ങിയാൽ നമുക്ക് ആ ഡാമിൻ്റെ സമീപം എത്താൻ കഴിയും. അവിടെ നിന്ന് താഴെ മീൻ പിടിക്കുന്നവർക്കൊക്കെ വന്ന് ചൂണ്ടയിടാനും വിശ്രമിക്കാനും വളരെ രസകരമായി സമയം ചെലവഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. സമയം പോകുന്നത് അറിയില്ല. നല്ല കാറ്റും നല്ല വെളിച്ചവും. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും
അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.